സങ്കീർത്തനക്കാരനായ ദാവീദ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആമേൻ. നമുക്ക് ആ കാലഘട്ടം, അതായത് സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്, ദാവീദിന്റെ സങ്കീർത്തനമാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ 18-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് അതിന്റെ തുടക്കത്തിൽ തലക്കെട്ടായിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ ദാസനായ ദാവീദ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് ആമേൻ യഹോവയ്ക്ക് പാടിയ പാട്ടാണ് ഏത്? ഈ 18-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ രക്ഷിച്ച് നമ്മുടെ ഒരാൾ നമുക്കൊരു വിഷയത്തിനകത്ത് നമുക്കൊരു ഹെൽപ്പ് ചെയ്താൽ നമ്മൾ എന്താ പറയാറ്? ഹല്ലേലൂയ. എന്ത് പറയും? നമുക്കൊരു സഹായം ഒരാൾ ചെയ്തു, നമ്മളെ ഒരു പ്രതികൂലത്തിനകത്തുനിന്ന് നമ്മളെ ഒരാൾ രക്ഷിച്ചു, നമുക്ക് വേണ്ടി ഒരാൾ സംസാരിച്ചു, നമ്മൾ എന്ത് പറയും? താങ്ക് യു പറയും അല്ലേ? താങ്ക് യു പറഞ്ഞ് എന്ത് ചെയ്യും? അവർ പിന്നെ കണ്ടാൽ കണ്ടില്ലേ അതൊന്നും നമ്മൾ നോക്കത്തില്ല. ഒരു കാര്യം അമ്മ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മ നമ്മളൊരു കാര്യം നമുക്ക് നന്മയ്ക്കായിട്ട് ഒരു കാര്യം ചെയ്ത് നമ്മൾ താങ്ക് യു പറയും. പക്ഷേ ഈ സങ്കീർത്തനത്തിന്റെ തുടക്കം മുതലേ അവൻ ദാവീദ് എഴുതിയിരിക്കുന്നത് അവൻ കർത്താവെ അങ്ങയ്ക്ക് നന്ദി എന്നല്ല. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? അയ്യോ, ഈ തൃശ്ശൂർകാർക്കൊക്കെ ഭയങ്കര അവൻ വിഷാദം ബാധിച്ചിരിക്കുന്ന പോലെ എല്ലാവരും വിഷമിച്ചിരിക്കുവാണല്ലോ. ഒന്ന് ചിരിച്ചോണ്ട് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒരല്പ പ്ലസൻ്റായി ഒന്നുകൂടെ അവൻ നന്നായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇപ്പൊ കൊള്ളാം, നന്നായിരിക്കുന്നു. ഓക്കെ, ഹല്ലേലൂയ. അപ്പോൾ അവൻ ഇവിടെ അവൻ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചേ, അവൻ ഒരു കാര്യം ചെയ്താൽ നമ്മൾ തിരിച്ചെന്താ പറയാറ്? താങ്ക് യു പറയും അല്ലേ? പക്ഷെ ദാവീദിന് തൻ്റെ ജീവനെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവൻ ഹല്ലേലൂയ ശൗലിന്റെ കയ്യിൽ നിന്ന് ഒക്കെ വിടുവിച്ച ശേഷം താൻ പാടിയത് ദൈവമേ അങ്ങയ്ക്ക് നന്ദി എന്നല്ല. ഹല്ലേലൂയ. ദൈവമേ അങ്ങയ്ക്ക് നന്ദി എന്നല്ല, നന്ദി പറഞ്ഞിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നേ. ദാവീദ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ടില്ലെന്നല്ല പറയുന്നേ. പക്ഷെ പെട്ടെന്ന് ആ ഭാഗം വായിക്കുമ്പോൾ അവൻ എൻ്റെ ഹൃദയത്തെ തൊട്ടൊരു ഒരു ഭാഗം അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവമേ എൻ്റെ ബലമായ യഹോവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, അവൻ ആ കാലത്ത് ഒരു തലമുറ മുഴുവനും യഹോവയെ ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ഒരുവൻ കർത്താവിന്റെ അടുത്തേക്ക് കയറി വന്നിട്ട് ദൈവത്തോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇന്നത്തെ തലമുറയിലും ദൈവമെന്ന് പറഞ്ഞ ആവശ്യ സമയത്ത് ദൈവത്തെ അന്വേഷിച്ച് വന്ന് ആവശ്യം കഴിയുമ്പോൾ ഇട്ടേച്ചോടുന്ന ഒരു കൂട്ടം പേരുള്ള ഈ തലമുറ നടുവിൽ കർത്താവിന്റെ ദൈവമാണെന്നറിഞ്ഞ് ദൈവത്തോട് അടുത്തു വരുന്നതിനൊപ്പം തന്നെ അല്ലെ വിടുതൽ പ്രാപിച്ച് നന്ദി പറഞ്ഞ് ഓടുന്നവരായിട്ടല്ല, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് വരുന്ന ഒരു തലമുറയ്ക്കായി ദൈവം വെയിറ്റ് ചെയ്യുക ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നന്മയ്ക്ക് വേണ്ടി ആകരുത് കർത്താവിനെ സ്തുതിക്കുന്നത്, ഒരു വിടുതലിന് വേണ്ടി മാത്രമാകരുത് ദൈവത്തെ സ്തുതിക്കുന്നത്, നമ്മുടെ വിഷയത്തിനകത്ത് നമ്മുടെ ആഗ്രഹം നിവർത്തിക്കാൻ വേണ്ടി ആകരുത് ദൈവത്തെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരത്തില്ലെന്നല്ല ഞാൻ പറയുന്നേ. പക്ഷെ നമ്മൾ ദൈവത്തെ സമീപിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ വിഷയത്തിന്റെ പരിഹാരം മാത്രമാകരുത്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയാൻ പറ്റുമോ, കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, മനുഷ്യന് നിങ്ങൾ സ്നേഹം കൊടുത്താൽ അവൻ നമ്മളെ കാണുമ്പോൾ അവർ നമ്മളെ സ്നേഹിക്കും. പക്ഷെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാലോ, കർത്താവിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാലോ, മനുഷ്യരാണെങ്കിലോ അല്പസമയത്തേക്ക് അവരുടെ സ്നേഹം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ നമ്മളെ ഇട്ടേച്ചു പോയെന്ന് വരാം. പക്ഷെ നമുക്ക് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോടെ സ്നേഹിക്കാൻ പറ്റിയ ഒരേ ഒരാളെ ഉള്ളൂ, അത് നമ്മുടെ സ്വർഗത്തിലെ ദൈവമാ. അത് നമുക്ക് വേണ്ടി ജീവൻ വെച്ചു തന്ന, നമ്മൾ അവനെ അറിയാണ്ടിരുന്നിട്ടും നമ്മൾ അവനെ ഹല്ലേലൂയ അവൻ നമ്മൾ പാപികളായി കിടന്നപ്പോഴും ദൈവത്തെ വെറുത്ത് മാറിപ്പോന്ന സമയത്തും നമ്മളെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന, തന്നെ താൻ ത്യജിച്ച് തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്ന ഹല്ലേലൂയ ആ കർത്താവിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങണം. ആമേൻ. എത്ര പേർ അത് പറയുന്നെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞ, കർത്താവിന് എനിക്ക് അങ്ങയുടെ സ്നേഹമാണ്.
ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, സിസ്റ്റേ അങ്ങനെ സ്നേഹിച്ച ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ഞാൻ പറയും, ദൈവം എഴുതി തരുന്നത് സാധാരണമായിരിക്കത്തില്ല. ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയാൽ അതിന് അതിരുണ്ടാകത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിലേക്ക് ഒഴുകിയാൽ അതിന് പരിധികൾ ഉണ്ടാകത്തില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം വിലയേറിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് അതിരുണ്ടാകത്തില്ല, അതിന് പരിധി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആമേൻ ഹല്ലേലൂയ മേഖലകൾക്ക് എന്ത് പറയാ, ആമേൻ, ആ മേഖല താന്നിരിക്കത്തില്ല. ഹല്ലേലൂയ. ലോകം മുഴുവനും അല്ലെങ്കിൽ തൻ്റെ അപ്പൻ കുടുംബം മുഴുവനും ആമേൻ തന്നെ മാറ്റി നിർത്തുമ്പോ ദാവീദ് അവരോട് സ്നേഹത്തിലാ പോയത്. ദാവീദ് അവരെ സ്നേഹിച്ചു, അവരുടെ അടുക്കലേക്ക് സ്നേഹത്തോടെ പോയി. വചനം പറയുന്നു, ദാവീദ് സ്നേഹം കൊടുത്തപ്പോഴും അവര് മാറ്റി നിർത്തുക. അവർ പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ സ്നേഹം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഹല്ലേലൂയ. വീട്ടിനകത്തൊരു വ്യക്തിയെ പോലെ പോലും നോക്കുവാൻ അവൻ ഇഷ്ടമില്ലാതെ ദാവീദിനെ മാറ്റി നിർത്തുമ്പോ ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? വനാന്തരങ്ങൾക്കകത്ത് ചെന്നിട്ട് കർത്താവിനോട് പറയാൻ തുടങ്ങി, കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിച്ച ഒരപ്പൻ. ആമേൻ. ദാവീദ് അപ്പൻ. ദാവീദിനെ അവിടെ പപ്പയായിട്ട് കണക്ക് കൂട്ടിയോ? ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിച്ച ഒരു ആമേൻ ദാവീദ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിച്ച ഒരു ദാവീദ്. ദൈവം ദാവീദിന് ഏറ്റവും മേത്തരമായത്, ആ ദേശത്തിനകത്ത് ആമേൻ എന്ത് പറയാ, ഏറ്റവും ആമേൻ മേത്തരമായത് ദാവീദിന് ദൈവം നൽകി. എന്തായിരുന്നു? രാജാവിൻ്റെ സിംഹാസനം 40 വർഷത്തേക്ക് എഴുതി കൊടുത്തു. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിനുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സ്നേഹിക്കുന്നവർക്ക് കൊടുക്കും. ഹല്ലേലൂയ. ആർക്കാ കിട്ടുന്നേ? സ്നേഹിക്കുന്നവർക്കാ കിട്ടുന്നേ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളോട് പുറത്തുള്ളൊരു വ്യക്തി വന്നിട്ട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ, എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പുരയുടെ എഴുതി കൊടുക്കുമോ? നിങ്ങള് തൃശ്ശൂരുകാരെല്ലാം പോയെന്ന് തോന്നുന്നു പറഞ്ഞേച്ച്. അല്ലെ, നിങ്ങളുടെ പുരയുടെ എഴുതി കൊടുക്കോ? നിങ്ങൾ പാർക്കുന്ന വീട് എഴുതി കൊടുക്കോ? കൊടുക്കുമോ? ഇല്ല. ഹല്ലേലൂയ. അതേസമയം മക്കളാണെങ്കിലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളാണെങ്കിലോ എന്താ ചെയ്യുന്നത്? നമ്മളെ മക്കളാണെങ്കിൽ നമുക്കുള്ളത് മുഴുവൻ അവർക്ക് എന്ത് ചെയ്യും? എഴുതി കൊടുക്കും. ഹല്ലേലൂയ. അതിന്റെ ബേസിസ് എന്താ? എന്തുകൊണ്ടാ മക്കൾക്ക് നമ്മൾ അത് എഴുതി കൊടുക്കുന്നേ? ആ കുഞ്ഞുങ്ങൾ എല്ലാ മക്കൾക്കും എഴുതി കൊടുക്കോ? ഇട്ടേച്ച് പോകുന്ന പിള്ളേർക്ക് എഴുതി കൊടുക്കോ? ഇല്ല. ഇന്ന് നിയമമുണ്ട്, പിള്ളേർ നോക്കിയില്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ. കാര്യം എന്താ? പ്രമാണത്തിൽ എഴുതുന്ന വിലയാധാരമാണോ? അല്ല. എന്താ എഴുതുന്നേ? ഇഷ്ടദാനം. നിങ്ങൾക്ക് ഇവിടെ തൃശ്ശൂർ ഇങ്ങനെയൊന്നും ഇല്ലേ? ഇല്ലേ? ഞങ്ങളുടെ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെയാ. നിങ്ങൾ ഇവിടെ ഇതൊന്നും അറിയാൻ മേലാത്ത പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഹല്ലേലൂയ. നോക്കും എന്ന് നമ്മൾ സ്നേഹമുള്ള കൂറ് പുലർത്തി നിൽക്കുന്ന ഹല്ലേലൂയ മക്കൾക്ക് നമ്മൾ എന്താ വിലയാധാരമാണ് എഴുതി കൊടുക്കുന്നേ? അല്ല, എന്താ എഴുതി കൊടുക്കുന്നേ? ഇഷ്ടദാനം എന്ന് വെച്ചാൽ ഇഷ്ടത്തിൽ നിന്ന് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊരു ബോധ്യമുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിന് എഴുതാനൊരു കാര്യമുണ്ട്, അവളെ ഞാൻ നോക്കും. ഹല്ലേലൂയ. ചില അപ്പനമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മൂത്തതിനും ഇളയതിനും ഒക്കെ ആമേൻ എൻ്റെ ഷെയർ, ആമേൻ കൊടുക്കേണ്ട ഷെയറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനി ഞാൻ താമസിക്കുന്ന വീടുണ്ട്, നോക്കട്ടെ, അവസാനത്തോളം എന്നെ സ്നേഹത്തോടെ നോക്കുന്നത് ആരാ നോക്കട്ടെ, എന്നിട്ട് ഇതിൻ്റെ കാര്യത്തിലൊരു ഹല്ലേലൂയ എന്ന് വെച്ചാൽ എന്നോട് സ്നേഹമുള്ളവരെന്നെ നോക്കും, ഞാൻ അവർക്ക് ഇത് എഴുതി കൊടുക്കും. ഹല്ലേലൂയ. ഇതാ അമ്മയപ്പന്മാരുടെ തീരുമാനം. എഴുതുമ്പോഴും ഒരു ആ പ്രമാണത്തിനകത്ത് എഴുതി ഇഷ്ടദാനം കൊടുത്തു എന്നാണ് എഴുതി കൊടുക്കുന്നത്. എൻ്റെ ചിന്ത. ഹല്ലേലൂയ. അങ്ങനെയാണോ? അങ്ങനെയല്ലേ? അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇഷ്ടദാനം ഞാൻ അങ്ങനെ വായിച്ചിട്ടുള്ള. ഇപ്പോൾ അതിന് പുതിയ പേരെന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഇഷ്ടത്തിൽ നിന്ന് കൊടുക്കുന്നതാ. ഹല്ലേലൂയ. ദൈവം ദാവീദിനൊരു ഇഷ്ടദാനം കൊടുത്തു. എന്തുവായിരുന്നു അത്? ഇസ്രായേലിൻ്റെ സിംഹാസനം. ഹല്ലേലൂയ. ആമേൻ. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിനുള്ളതിൽ ഏറ്റവും ബെസ്റ്റ്. ഇസ്രായേലിനെ കുറിച്ച് വചനം പറയുന്നു, ഇസ്രായേൽ എൻ്റെ അവകാശമാണ്. ആമേൻ. ഇസ്രായേൽ എൻ്റെ അവകാശമാ.
അതുകൊണ്ട് എൻ്റെ അവകാശത്തെ എന്നെ സ്നേഹിച്ച എൻ്റെ മകനായ ദാവീദിന് വേണ്ടി ഞാൻ അങ്ങ് എഴുതി കൊടുക്കുക. ഹല്ലേലൂയ, എഴുതി കൊടുക്കുക. അത് ഒന്നാമത്തെ കാര്യം. 2, ദാവീദിന് വന്ന തലമുറ ആമേൻ ശലോമോൻ. ഹല്ലേലൂയ, ആമേൻ. അത് ശലോമോനെ കുറിച്ച് നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലോട്ട് വരും 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ അവിടെ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറഞ്ഞു, ശലോമോൻ യഹോവയെ സ്നേഹിച്ചു. നമ്മൾ ആദ്യം വായിച്ചു, എൻ്റെ ദൈവമായ യഹോവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഇത് ആരുടെ വാക്കായിരുന്നു? അപ്പനായ ദാവീദിന്റെ വാക്കായിരുന്നു. പക്ഷെ മകനായ ശലോമോൻ എന്താ പറയുന്നേ? ദൈവമേ, വചനം എന്താ പറയുന്നത്? ശലോമോൻ യഹോവയെ സ്നേഹിച്ചു. ഞാൻ പറയാം, നമ്മുടെ തലമുറകൾ ലോകത്തിലേക്കോ വീണു പോകാതെ ദൈവത്തോട് പറ്റി നിൽക്കത്തക്കവണ്ണം ഹല്ലേലൂയ ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ആമേൻ അവരിലൂടെ നമ്മളെ കാണിക്കും. ഹല്ലേലൂയ. അപ്പൻ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ മകൻ പറയാ, എനിക്കും സ്നേഹവാ കർത്താവിനോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ തലമുറകളും ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അവർ നിങ്ങൾക്കൊരു വ്യസന കാരണമായി തീരത്തില്ല. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് ഇന്ന് ആമേൻ പകൽക്കാലം ഈ ഭാഗത്തെ എൻ്റെ കയ്യിലേക്ക് തന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് പറയാനൊന്നുണ്ട്. ലൈവിലൂടെ എന്നെ കേൾക്കുന്നവരുണ്ട്. ദൈവത്തിന് നിങ്ങളോട് പറയാനൊരു ദൂതുണ്ട്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ ദൈവത്തോട് ചേർന്നാൽ, നിങ്ങൾ ദൈവത്തോട് പറ്റി നിന്നാൽ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ തലമുറകളും ദൈവത്തെ വിട്ടുമാറിപ്പോകാതെ അവർ ദൈവ സാന്നിധ്യത്തിലേക്ക് വരും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ, അവൻ ഇന്നു മുതൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പറയാണ്ട് നിങ്ങളുടെ തലമുറകളും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്നവരായി വരുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ലൈഫിനകത്തൊരു തീരുമാനം എടുക്കണം. ഞാൻ ഈ ലോകത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി മാത്രമാകില്ല എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് ആമേൻ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറഞ്ഞ കാര്യം ഇതാ. ആമേൻ തീച്ചൂളയ്ക്കകന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ വിട്ട് പിന്മാറത്തില്ല. ആമേൻ. ദാവീദ് നന്മ കണ്ടിട്ടായിരുന്നില്ല ദൈവത്തെ സ്നേഹിച്ചത്. ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം ദാവീദിന് നന്മ കൊടുത്തു, രാജസിംഹാസനം എഴുതി കൊടുത്തു. ഹല്ലേലൂയ. അപ്പൻ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കണ്ടുകൊണ്ട് ശലോമോൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. കഴിഞ്ഞ മാസം നമ്മൾ ഇതേ ഹാളിനകത്ത് മെസ്സേജ് കേട്ടു. ശലോമോൻ ദൈവത്തിന് കൊടുത്തത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, ഏറ്റവും സ്പെഷ്യൽ ആയിട്ട്, അന്ന് വരെ ആരും കൊടുക്കാത്തതുപോലെ 1000 ഹോമയാഗം ദൈവത്തിന് ശലോമോൻ അർപ്പിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ തലം സ്നേഹത്തിൽ നിന്ന് ആരാധിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ തലമുറ തെറ്റിപ്പോകത്തില്ല. നിങ്ങളെ കാണുന്നവരും കൂടെ നിങ്ങളുടെ ദൈവത്തിലേക്ക് വരത്തക്കവണ്ണോ ദൈവത്തിന്റെ മഹത്വം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനിടയായി തീരും. തലമുറയുടെ നന്മകൾക്ക് വേണ്ടി, അവൻ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, അവർ ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ പറയൂ, നിങ്ങൾ ദൈവ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ തലമുറകൾ അതുപോലെ അവൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില മേഖലകൾ ഓപ്പണാക്കാൻ പോവുക. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവത്തെ അറിയാവുന്ന ചില വഴികൾ ഓപ്പണാക്കാൻ പോവുക. ഇന്ന് വരെ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലെ നിങ്ങൾ കണ്ടിട്ടുള്ളായിരിക്കും. ആമേൻ. പലരും കൊട്ടിയടച്ച വാതിലുകളായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ സ്വർഗം ഇന്ന് പകൽക്കാലം ഒരു ദൂതായി നിങ്ങളോട് പറയുക, എന്നെ പ്രേരിപ്പിക്കുന്നു. ഇന്ന് വരെ നിങ്ങളുടെ മുൻപിൽ കൊട്ടിയടച്ച വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരാൻ പോവുക. നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരാൻ പോവുക. മനഃപൂർവമായി നിങ്ങളുടെ മുൻപിൽ തുറക്കത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ കൈക്കൊള്ളാതിരിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് വിരോധമായി കൊട്ടിയടച്ച വാതിലുകളെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകും. തകർന്നു പോകാതെ കരം തരുന്ന ഒരുവൻ, താണു പോകാതെ കരം നീട്ടി നിങ്ങളെ താങ്ങുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ചലിക്കാൻ പോവുക.
ആ കർത്താവിനെ വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവ്, എനിക്ക് അങ്ങല്ലാതെ ഒരു നന്മയില്ല. ഞാൻ ആരാധിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് അങ്ങയോടുള്ള സ്നേഹത്തോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പറയാൻ പറ്റുമോ നമുക്ക്? ഹല്ലേലൂയ. സാഹചര്യങ്ങൾ പറയുമായിരിക്കാം, ഹല്ലേലൂയ, ഉയരത്തില്ലെന്നും പുറത്തു വരത്തില്ലെന്നും. ദാവീദിനെ നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞു, കുടുംബത്തിന് പോലും വേണ്ടാത്തൊരു മകൻ. പക്ഷേ ദാവീദ് ചെയ്ത ഒരേ ഒരു കാര്യം, ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി. തനിക്ക് വേണ്ടി ദൈവം നന്മ കൊടുത്തു, തൻ്റെ തലമുറയും ദൈവം അനുഗ്രഹിച്ചു. നമ്മുടെ സകല മേഖലകൾക്കകത്തും ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്. ദാവീദിന് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നേ: യഹോവ എൻ്റെ ശൈലം, എൻ്റെ കോട്ട, എൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവം, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ, എൻ്റെ പരിച, എൻ്റെ രക്ഷയായ കൊമ്പ്, എൻ്റെ ഗോപുരം. ഹല്ലേലൂയ. അവൻ തൻ്റെ സ്നേഹത്തിന് താനിങ്ങനെ പേരിട്ടുകൊണ്ടിരിക്കുക. ആമേൻ. സ്നേഹം കൂടുമ്പോൾ ആമേൻ എന്താ പറയുക, ന്യൂലി കപ്പിൾസ് വിളിക്കുന്ന കേട്ടില്ലേ? ചക്കരേ, മുത്തേ, തേനേ, പാലേന്ന്. അല്ല, കുഞ്ഞു ആവകളെ വിളിക്കാറുണ്ട്. സ്നേഹത്തിൽ നിന്ന് വിളിക്കുന്നതാ. ആമേൻ. ഹല്ലേലൂയ. പൊന്നോ, മുത്തോ, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. സ്നേഹം കൂടുമ്പോൾ വരുന്നതാ. തെറ്റായിട്ടല്ല ഞാൻ പറയുന്നേ. അതുപോലെ ദാവീദ് തൻ്റെ ഹൃദയത്തിനകത്ത് ആ ദൈവത്തോടുള്ള സ്നേഹത്തിന് ദൈവത്തിന് ഇങ്ങനെ പേരിട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ശൈലം, എൻ്റെ കോട്ട, എൻ്റെ രക്ഷകൻ, എൻ്റെ പാറ, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറ, എൻ്റെ ദൈവം, എൻ്റെ പരിച, എൻ്റെ രക്ഷയാകുമ്പോൾ എല്ലാത്തിലും ഒരു പൊസസീവ്നെസ്. എൻ്റെ അതെവിടെ നിന്നാണ് വരുന്നേ? സ്നേഹം കൂടുമ്പോൾ വരുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കർത്താവിനോട് സ്നേഹം കൂടുമ്പോൾ ഇങ്ങനെ പറയണം: എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ തിരിച്ച് അവൻ കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോഴും എങ്ങനെ പരിചയപ്പെടുത്തും? ഞാൻ ഇന്നയാളിൻ്റെ ദൈവമെന്ന് പരിചയപ്പെടുത്തും. നിങ്ങൾക്ക് ഇഷ്ടമാണോ അത്? ഹല്ലേലൂയ. ഇഷ്ടമാണോ? അവൻ എനിക്കിഷ്ടമാ. ഞാൻ ദിവ്യയുടെ ദൈവമെന്ന് പറഞ്ഞിട്ട് ഒരാളെടുത്ത എൻ്റെ കർത്താവ് അവൻ താൻ പരിചയപ്പെടുത്തിയാൽ എനിക്ക് ഇതുപോലൊരു വലിയ ഗിഫ്റ്റ് ലോകത്തിൽ കിട്ടാനില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം അബ്രഹാം, യാക്കോബ്, ഇസഹാക്ക്. അവൻ യാക്കോബ് പറയും, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ദൈവം തന്നെത്താൻ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക. വചനം എഴുതി വെച്ചിരിക്കുന്നു, ദൈവത്തിന് അങ്ങനെ തന്നെ പരിചയപ്പെടുത്തുവാൻ ഹല്ലേലൂയ അവൻ ഇഷ്ടക്കേടില്ലായിരുന്നു. എന്താ കാര്യം? അവർ ദൈവത്തെ സ്നേഹിച്ചു, ദൈവം അവരെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അമ്മേ, നമ്മുടെ കുടുംബത്തിനകത്തൊരു നല്ല അമ്മേ പ്രാഗൽഭ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇന്നയാളുടെ കുടുംബത്തിലുള്ളതാ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആമേൻ. അതുപോലെ നമ്മുടെ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ? ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തിൽ ആസ്വദിക്കുന്നവരായിട്ടല്ല. കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കർത്താവ് ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുക. അങ്ങനെ ആരാധന വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടി സകലതും നമ്മൾ ദൈവത്തിന് വേണ്ടി സ്നേഹത്തിന് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം തൻ്റെ സ്നേഹത്തിൽ നമുക്ക് വേണ്ടി ചില ഇഷ്ടദാനങ്ങളെ തരും. അത് ചെറുതായിരിക്കത്തില്ല. ദാവീദിന് ഇഷ്ടദാനം കൊടുത്തത് മാത്രം നോക്കിക്കൊണ്ടാൽ മതി. ചെറുതായിരുന്നോ? ഇല്ല, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതായിരുന്നു കൊടുത്തത്. അതുപോലെ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചെടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങേക്കാൾ അധികമായി ഞാൻ ഈ ലോകത്തിൽ ഒന്നിനെയും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. എനിക്ക് അങ്ങയോട് ചേർന്നിരിക്കാനാണ് ഇഷ്ടം, എനിക്ക് അങ്ങയോട് പറ്റിയിരിക്കാനാണ് ഇഷ്ടം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പറയാം, ഒരു നിമിഷം കണ്ണുകളെ മൂടിയേ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എനിക്ക് അങ്ങയോട് പറ്റിയിരിക്കാനാണ് ഇഷ്ടം. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഉപരിയായി ഞാൻ അതിനായി ആഗ്രഹിക്കും. ഒരു നിമിഷം ദൈവസ്ഥനിൽ എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്കൊരു ഒരു വാക്ക് ദൈവസ്ഥ എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പറഞ്ഞ, കർത്താവ്, എനിക്ക് അങ്ങയുടെ സ്നേഹമാ, എനിക്ക് അങ്ങയുടെ സ്നേഹമാ. ഒരു സ്നേഹമുള്ള അപ്പൻ മക്കൾക്ക് വേണ്ടി എല്ലാം കരുതും. അതിലെന്തേലും ഒന്ന് ലേറ്റായിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് കൊടുക്കാനാ, ബെസ്റ്റിന് വേണ്ടിയിട്ടാ. നമുക്ക് ഏറ്റവും പ്രയോജനമുള്ളത്, നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തരാൻ വേണ്ടിയിട്ടാ. തിരിച്ചറിയുക, ഇന്ന് വരെ നിങ്ങളുടെ നന്മകൾ കഥാവിൻ്റെ നിങ്ങളുടെ കരങ്ങളിലേക്ക് വരാതെ ലേറ്റായതാ.
നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാഞ്ഞിട്ടോ അല്ല. കഥാവിനോട് പറഞ്ഞ്, കഥാവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു പപ്പാ. ഹല്ലേലൂയ. നിന്മാറോ ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. എത്ര പേർക്ക് പറയാൻ പറ്റും, കഥാവേ എനിക്ക് അങ്ങയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇഷ്ടം മറ്റൊന്നിനോടുമില്ല. നിങ്ങളുടെ ഹൃദയം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെടട്ടെ. കർത്താവിനോട് ഹൃദയം തുറന്ന് പറഞ്ഞേ, നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണ് എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. കഥാവേ അങ്ങയുടെ പാദപീഠത്തിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. പറഞ്ഞ് ഹൃദയം തുറന്ന് പറഞ്ഞ്, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നപ്പാ. ഈ ലോകത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഏറി വരുമ്പോ അതിനകത്ത് തളർന്നു പോകാതെ അങ്ങയുടെ മാറോട് ചേർന്നിരിപ്പാൻ, അങ്ങയുടെ സാന്നിധ്യത്തിൽ മറഞ്ഞിരിപ്പാൻ കർത്താവേ അടിയനെ തന്നെ അടിയനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ദാവീദ് അങ്ങയോട് പറ്റിയിരുന്നത് പോലെ, ഹൃദയം തുറന്ന് അങ്ങേ സ്നേഹിച്ചതുപോലെ അങ്ങ് ഈ മക്കളെ സ്നേഹിക്കണം. അങ്ങേ സ്നേഹിക്കുവാൻ ഈ മക്കളെ ഒരുക്കിയാട്ടെ കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കട്ടെ, കർത്താവിനോട് ചേർന്ന് നിൽക്കട്ടെ. സ്വർഗം ഞങ്ങളെ സഹായിക്കണം. ഇതിനകത്ത് ഓരോ വ്യക്തികളുടെ മേലും ആ ദൈവിക മഹത്വം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.